നമസ്കാരം. കർക്കിടക മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. ധനപരവും മറ്റ് നേട്ടങ്ങളും ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുഫലത്താൽ വന്നു ഭവിച്ചിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും കർക്കിടക മാസ പൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അല്പം നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. എന്നാൽ ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അധിക ചെലവുകൾ വന്നു ചേരുവാൻ, അനാവശ്യമായ ചെലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള തർക്കങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മാനസികമായ ഐക്യം അല്പം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുട്ടികളുടെ വിവാഹ കാര്യത്തിൽ ചില ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ വിവാദങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഈ സമയം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അത്ര ശുഭകരമല്ല സമയം എന്ന കാര്യവും ഓർക്കുക. ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്തുണ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ പങ്കാളിത്ത കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതാണ് ശുഭകരം. വിജയ സാധ്യതകൾ മാത്രം വിലയിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം ഏറ്റവും ശുഭകരം. ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഗൃഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ സമയമാണ് എന്ന് പറയാം. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗ്രഹാനുകൂല്യം വളരെയധികമുള്ള സമയമാണ്. അതിനാൽ പലതരം ഗുണാനുഭവങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വളരെ കാലമായി പരിശ്രമിച്ചിട്ടും നടക്കാത്തതായ ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നു എന്ന് വരാം. അല്പമായ അധ്വാനത്താൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സർക്കാരുമായി ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രേഖകൾ, അനുമതി പത്രങ്ങൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ സമയം കൂടിയാണ് ഇത്. ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധ്വാനം ഉണ്ടാകണം എന്നില്ല. അധ്വാനം ശരിയായ രീതിയിൽ ഫലവത്താകും എന്ന കാര്യവും ഓർക്കുക. അകലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അടുത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതകൾ തെളിയുന്നതാകുന്നു. കൂടാതെ ഈ സമയം വിദേശത്തേക്ക് പോകുവാനും പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി കിട്ടുന്നതാകുന്നു. പദവികൾ ഉയരാനോ ചുമതലകൾ വർദ്ധിക്കുവാനോ ഈ സമയം സാധ്യത അല്പം കൂടുതലാകുന്നു. കടബാധ്യതകളാൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചില പ്രയാസങ്ങൾ, കടബാധ്യതകൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില കടബാധ്യതകൾ അല്പമെങ്കിലും തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക. കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അല്പം തർക്കങ്ങൾ കുറയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. സമാധാനപൂർണമാകും കുടുംബാന്തരീക്ഷം എന്ന കാര്യവും ഓർക്കുക. ചെറിയ തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. മക്കളുടെ ന്യായമായ ആവശ്യങ്ങൾ, കുടുംബാംഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. എന്നാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വാഹനാപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അഥവാ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം.
ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് പഠനമോ ജോലിയുമായി ബന്ധപ്പെട്ടോ ആകാം. പല യാത്രകൾ നടത്തേണ്ടി വരും. എന്നിരുന്നാൽ പോലും യാത്രകൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വ്യാപാര ബന്ധം പുഷ്ടിപ്പെടുന്നതാകുന്നു. കൂടാതെ ഈ സമയം അനുചിത കർമ്മങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാന തീരുമാനങ്ങൾ സഹപ്രവർത്തകർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം പുതുമയുള്ള ചില സംരംഭങ്ങളിൽ ആകൃഷ്ടരാകും. എന്നാൽ ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക. സന്താനഭാഗ്യം ഉണ്ടാകുന്ന സമയം, അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന സമയം. പലവിധ തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. അത് മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വഴക്കുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ചില തലവേദനകൾ വന്നു ചേർന്നു എന്ന് വരാം. ചില പ്രശ്നങ്ങൾക്ക് സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തൃപ്തികരമായിരിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം മനസ്സിൽ ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പരാശ്രയത്വം കുറയുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും വിജയം നേടുവാൻ സാധിക്കും. അച്ചടക്കം വളരെയധികം ഗുണം ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ മാസം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. രേവതി നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന വളരെയധികം ദോഷകരമായ പല ഫലങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വളരെയധികം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അസുഖങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. രോഗദുരിതങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ബിസിനസ് അല്പം വിപുലീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വായ്പകളുടെ അടവുകൾ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അത് അടച്ചു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൃത്യസമയത്ത് തന്നെ അടയ്ക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങുവാനുള്ള ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം അയൽ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. ഭൂമി വിൽപ്പനയിലെ ചില തടസ്സങ്ങൾ നീങ്ങുന്നതാകുന്നു. കൂടാതെ തീർത്ഥാടനം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പല കാര്യങ്ങൾക്കും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും അത് അനുകൂലമായി തീരുകയും ചെയ്യും. പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ കേൾക്കുന്ന ശത്രുദോഷങ്ങൾ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കിട്ടാക്കടങ്ങളുണ്ട് എങ്കിൽ അല്പമെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.